ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ചോദിച്ചിട്ടുള്ള പോലത്തെ ഒരു ഫുൾ മേക്കപ്പ് ലുക്ക് വീഡിയോ ആയിട്ടാണ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മുന്നേ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫേസാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പ്രൈമറാണ്. അപ്പോൾ ഇതൊരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മാറ്റ് ഫിനിഷ് തരുന്നൊരു പ്രൈമറാണ്. അപ്പോൾ ഓയിലി സ്കിന്നൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ നോർമൽ സ്കിന്നുള്ളവർക്കൊക്കെ സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ഒരു പ്രൈമറാണ്. പ്രൈമർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെയിൻലി ആ ഒരു കവിളിൻ്റെ ഭാഗത്തൊക്കെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്രീം ഫൗണ്ടേഷനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫേസ് ഫുള്ളായിട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു ക്രീം ആയിട്ടുള്ള ഫൗണ്ടേഷൻ, BB ക്രീമൊക്കെ പോലെ തന്നെയുള്ളൊരു ഫൗണ്ടേഷൻ ആയതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഒരു സാധാ ക്രീം അപ്ലൈ ചെയ്യുന്ന പോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ സാധാ ഫൗണ്ടേഷനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പോഞ്ച് വെച്ചിട്ടൊക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുശേഷം ഞാൻ കൺസീലറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കൺസീലർ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് നിങ്ങളുടെ സ്കിന്നിൽ അവിടെ ഇവിടെ ഇങ്ങനെ കളർ ഈവൻ ടോൺ അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ താഴെയായിട്ടും പിന്നെ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പാടൊക്കെയുള്ള ആ ഒരു ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഞാൻ കൈവച്ചിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് കൈവച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ കവറേജ് കിട്ടുന്ന പോലെ തോന്നിയിട്ടുള്ളത്. അങ്ങനെ സ്പ്രെഡായി പോകാണ്ട് ആ ഒരു പോർഷൻ നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു കൺസീലർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ലൂസ് പൗഡറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നോർമൽ ടാൽക്കം പൗഡർ ആണെങ്കിലും നന്നായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് എവിടെയൊക്കെയാണോ ഓയിലി ആവുന്നത് അല്ലെങ്കിൽ എവിടെയൊക്കെയാണോ കൺസീലർ അപ്ലൈ ചെയ്ത് ആ ഒരു പോർഷനിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. അപ്പോൾ അതാണ് ഞാൻ ബ്ലഷായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ആവുന്ന രീതിയിലുള്ള ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. അപ്പോൾ അത് നന്നായിട്ട് ചീക്സിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് തന്നെയാണ് ഞാൻ ഐ ഷാഡോ ആയിട്ടും ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ഐലൈനർ എഴുതുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഹൈലൈറ്ററാണ്. അപ്പോൾ ഇത് ലിക്വിഡ് ഹൈലൈറ്ററാണ്. നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഹൈലൈറ്ററാണ്. അപ്പോൾ അത് ജസ്റ്റ് ഹൈലൈറ്റായി നിൽക്കണ്ടല്ലേ, ആ ഒരു ഗ്ലോ നമുക്ക് കിട്ടേണ്ട എവിടേക്കാണോ ആ ഒരു സ്ഥലത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് ലിപ്പ് ലൈൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസാണ് ഇനി വേണ്ടതെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.